ഞാനേ 2 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ച് കെട്ടിയവൻ്റെ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. അമ്മ അവിടെ നോക്കിയപ്പോൾ ഉണ്ട് താഴെ വന്ന് തറവാട്ടിൽ ആൻറ്റിയോടും അമ്മമ്മോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിട്ടോ. പിന്നെ എപ്പോൾ പോയാലും ചാലക്കുടിക്ക് ചെല്ലുമ്പോൾ നമ്മൾ ചാലക്കുടി പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ ആട്ടോ ഞങ്ങൾ പോകുന്നത്. നമുക്ക് ഊടുവഴികളൊക്കെ ഉണ്ടല്ലോ. ഞങ്ങളങ്ങനെ പെട്ടെന്ന് ടൗണിലൊക്കെ എത്തി. നമ്മുടെ സുരഭിയും പ്രൈവറ്റ് സ്റ്റാൻഡൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ KSRTC സ്റ്റാൻഡിലോട്ടാണ് കേട്ടോ പോയത്. കാരണം നമുക്ക് ഡിസ്റ്റൻസ് ഇച്ചിരി മൂവാറ്റുപുഴ വരെ പോകേണ്ട കാരണം കൊണ്ട് ഒന്നെങ്കിൽ കോട്ടയം ബസ്സോ അല്ലെങ്കിൽ തൊടുപുഴ പലറൂട്ടുള്ള ബസ്സാണ് എടുക്കുന്നത്. ഈ സമയമായതുകൊണ്ട് ഒരുപാട് തിരക്കൊന്നും ഉണ്ടായില്ല കേട്ടോ. ഒടുക്കത്തെ ചൂടായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ ബസ്സൊക്കെ വന്നു. ഇഷ്ടംപോലെ സീറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് മൂവാറ്റുപുഴ വരെ ചാലക്കുടിയിൽ നിന്ന് 67 രൂപയാണ് കേട്ടോ ഫാസ്റ്റ് പാസഞ്ചറിന് വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളെപ്പോൾ കയറിയാലും ആൾക്കാർ ചോദിക്കും ഇവിടെ നിർത്തോ, ഇവിടെ സ്റ്റോപ്പ് എടുത്തൊക്കെ ചോദിക്കും. നമുക്ക് ചാലക്കുടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റോപ്പ് വരുന്നത് കൊരട്ടിയിലാണ് കേട്ടോ. കൊരട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ അങ്കമാലി KSRTC സ്റ്റാൻഡ്. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ കാലടിയിലെ ആ ഒരു ഇതും പെട്രോൾ പമ്പും കഴിഞ്ഞ് കഴിയുമ്പോഴാണ് കേട്ടോ നമ്മുടെ സ്റ്റോപ്പ് വരുന്നത്. അപ്പോൾ കാലടി പാലൊക്കെ കയറി എപ്പോഴും ബ്ലോക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ നമ്മൾ പെരുമ്പാവൂർ സ്റ്റോപ്പുണ്ട്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് എല്ലായിടത്തെ സ്റ്റോപ്പുകളൊക്കെ നിർത്തിക്കണ്ട് പറഞ്ഞിട്ടൊക്കെ പോകാം കേട്ടോ. പക്ഷേ മണ്ണൂരൊക്കെ എത്താറായപ്പോൾ ഞാൻ കെട്ടിയെ വിളിച്ച് പറഞ്ഞു നീ സഭയിട്ട് എവിടെ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അവിടെ ഇറങ്ങിയപ്പോൾ അവിടെ 2 പേര് നിൽപ്പുണ്ട് കേട്ടോ. നെഫിയും എൻ്റെ കെട്ടിയവനാണേ. ഒരുത്തൻ എന്നെ കണ്ടതിൻ്റെ തുള്ളിച്ചാട്ടാണ് കേട്ടോ കണ്ടത്. അപ്പോൾ ഭയങ്കര സന്തോഷം, എന്താ ചിരി. ഞങ്ങളും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ വണ്ടിക്കകത്ത് കുത്തി വന്നിട്ട്. പിന്നെ ഞങ്ങളിങ്ങനെ പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കടയിലൊന്ന് കയറി കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. ഞാനും കെട്ടിയോനും ഞങ്ങളുടെ നെഫിയും നാത്തൂനും അമ്മായിമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. അപ്പോൾ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് പിന്നെയും പോന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പാട്ടൊക്കെ പാടി സെറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പെട്രോൾ പമ്പിൽ പെട്രോളൊക്കെ അടിക്കാനായിട്ട് കയറി. അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ വീടെത്തും കേട്ടോ. കാരണം അടുത്ത് തന്നെ ഒരുപാട് ദൂരമൊന്നുമില്ല പെട്രോൾ പമ്പിൻ്റെ അവിടെ നിന്ന്. അപ്പം നമുക്ക് അത് എവിടെ നിന്ന് തിരിഞ്ഞു പോകണ വഴി കാണുന്നത് നമ്മുടെ പുഴയിലേക്കുള്ള കേട്ടോ. പുഴയൊക്കെ അടുത്താണ് കേട്ടോ നമുക്ക് വരുന്നത്. പെട്ടെന്ന് തന്നെ വീടെത്തും കേട്ടോ. ഒരുപാട് ഡിസ്റ്റൻസ് ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. കൂടെ ഫോളോയും ചെയ്തേക്കണേ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.